ഏയ്, കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചേ? എന്തൊരു ജന്മമാണ് നിന്റെയൊക്കെ? എന്തുണ്ടാക്കാനാണ് ഇപ്പൊ വന്നേക്കുന്ന നാണം കെട്ടവന്മാരെ? വെറുതെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് വീം വിളക്കാതെ മോനെ. ഇപ്പൊ കണ്ടോ നീ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്? കാണാലോ. ചേച്ചി എന്ത് കളിയാ ചേച്ചി ഇത്? ഇവിടെ നിന്നോടി ഹോളി ബെല്ലടിക്കണം. ആരാദ്യം അടിക്കുന്നോ അവനാണ് ഹീറോ. മനസ്സിലായോ? നശിച്ചവന്മാര് കെണി വെച്ചേക്കുന്നു. പിടിച്ചെണീപ്പിക്കടാ ഇവനെ. വാടാ, പിടിക്കടാ, കാണിച്ചു തരാടാ നിന്നെയൊക്കെ. വാടാ. ഡിയർ സ്റ്റുഡൻസ്, ഒരു സ്കൂളിന്റെ പേരും പെരുമയുമെല്ലാം അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ കൈകളിൽ തന്നെയാണ്. അതുപോലെ നമ്മുടെ ഹോളിബിൾ സ്കൂളിന്റെ പേരും പെരുമയും ഉയർത്തുന്നതിന് നമുക്ക് 1-2 പേരല്ല, എക്സ്ട്രാ ഓർഡിനറിയായി 8 പേരെയാണ് കിട്ടിയിരിക്കുന്നത്. അവര് കാരണം നമ്മുടെ സ്കൂളിന്റെ യശസ് ഓരോ വർഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഗ്രൂപ്പായി തിരിഞ്ഞ് പന്തയം വെച്ച് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ എണ്ണം എടുക്കാനേ പറ്റില്ല. ഇവരൊക്കെ പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ പോലീസോ ആവുമോ എന്ന് ചോദിച്ചാ എന്തു പറയാനാ? 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ പ്ലേ ഗ്രൗണ്ടിൽ 2 പേർക്ക് പരിക്ക് പറ്റിയിട്ട് ഡോക്ടർ വന്നു. 11th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഒരു പയ്യന്റെ കാലൊടിച്ചിട്ട് പോലീസ് വരെ വന്നു. ഇതൊക്കെ പ്രശസ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ? ഈ വർഷം 12th സ്റ്റാൻഡേർഡ് അവസാന വർഷമല്ലേ? അതുകൊണ്ട് ഇവരെല്ലാം തമ്മിൽ തല്ലുകൂടിയിട്ട് ഹോസ്പിറ്റലിലും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോയി നമ്മുടെ സ്കൂളിന് പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവരോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ താങ്ക്സ് പറയാം. എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും അനുമതി കൊടുക്കുന്നത് കൊണ്ട് ഇവർ വളരെ നല്ലവരായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ക്രിയേറ്റീവായി ചിന്തിച്ച് ഇന്ന് ഇവർക്ക് ഇങ്ങനെ ഡിഫറെന്റ് ആയൊരു ട്രീറ്റ്മെന്റ് ട്രൈ ചെയ്തത്. ഇതിനുശേഷവും നാണം, മാനം, വിവരം ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാ ഈ 8 ജെന്റിൽമെൻ ഇല്ലാതെ സ്കൂൾ നടത്തേണ്ട ഗതികേട് നമുക്ക് വന്നത് തന്നെ. തീരുമാനമെടുക്കേണ്ടത് ഇവർ തന്നെയാണ്. ഈവനിങ് വരെ ഈ ബെഞ്ചിൽ ഇങ്ങനെ നിന്ന് ഡീപ്പായി തിങ്ക് ചെയ്തു. താങ്ക് യു. എന്തിനാ മാഡം ഇങ്ങനെയുള്ള അഹങ്കാരികളെ സ്കൂളിൽ നിർത്തിക്കൊണ്ട് ഇതിനൊക്കെ അവസരം കൊടുക്കുന്നേ? ഇവന്മാരൊന്നും ശരിയാവാൻ പോകുന്നില്ല. എല്ലാത്തിനും TC കൊടുത്ത് പറഞ്ഞുവിട്. കുരങ്ങൾക്ക് വാലുള്ളതുപോലെ കുട്ടികൾക്ക് കുസൃതിയും സാധാരണ. ഈ പ്രായത്തിൽ അവർ അങ്ങനെ തന്നെയായിരിക്കും. നമുക്കൊപ്പം അവരെ എത്തിക്കാനാവില്ല. അവർക്കൊപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നോ പ്രോബ്ലം. കറക്റ്റാ മാഡം. അവസാനം ഞാനും അത് തന്നെ പറയാൻ വന്നേ. സുനിയുടെ തലമണ്ട പൊട്ടണം. റോഡിൽ വീണ് ഗിരീഷിന്റെ മുട്ടിന് ബ്ലഡ് വരണം. ജഗന്റെ കിഡ്നി ചട്നിയാവും. കാർത്തിക് ഗട്ടറിൽ വീണു.
Escape! പോടാ പോടാ വേഗം സൈക്കിൾ എടുത്തുണ്ട് പോ. നമുക്കമ്മാര് ഫോളോ ചെയ്യാൻ വാടാ. കമോണ്ട കമോണ്ട. അയ്യോ എന്താടാ ഇത്? ചുംബന സമരം പറഞ്ഞു വന്നാണോടാ ഉമ്മ തരുന്നത്?